പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങളെ സ്വർഗോന്മുഖരായി ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോകണം, എൻ്റെ ആത്മാവിനെ നിത്യാനന്ദത്തിലേക്ക് ഉയർത്തണമെന്ന്. അങ്ങനെ ഈശോയെ കാണണമെങ്കിൽ, നിത്യമായ സ്വർഗത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴാണ്, നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിൽ മുന്നേറാനും ദൈവത്തിൻ്റെ മുഖം ഒരു ദിവസം കാണാനും കഴിയുക. പ്രാർത്ഥിക്കണം. വചനം പറയുന്നുണ്ടല്ലോ, റോമ 10:12-13, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വിളിച്ചപേക്ഷിക്കണം, എന്നാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. വളരെ ക്ലിയറാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ തെരേസ പറയുന്നത് എന്താ? ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുക. അപ്പം കർത്താവിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് പ്രാർത്ഥന. അപ്പം കർത്താവിനോട് സംസാരിച്ചാലല്ലേ കർത്താവിന് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി കർത്താവ് പറഞ്ഞത് കേട്ടാലല്ലേ കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയും നമ്മളോട്, നീ പ്രാർത്ഥിക്കാറില്ലല്ലോ, നീ എന്നോട് സംസാരിക്കാറില്ലല്ലോ. അങ്ങനെ പറയിക്കരുത്. നമ്മുടെ ആത്മാവിനെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നമ്മൾ സംസാരിക്കണം. ഹൃദയം തുറന്ന് എല്ലാ കാര്യങ്ങളും പറയണം. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് നിത്യരക്ഷ, സ്വർഗം പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ സ്വർഗത്തെ പ്രണയിക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. ദിവികാരുടെ നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുനാഥ ഒരു ശിശുവായി